ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് ഷൈമ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഗുലാബ് ജാമുൻ റെസിപ്പിയുമായിട്ടാണ്. ഞാനിവിടെ ബൺ കൊണ്ടാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. ബണ്ണിന് പകരം നിങ്ങൾക്ക് ബ്രെഡും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ കുക്കിംഗ് വിത്ത് ഷൈമ എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ബൺ ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 3 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാല്, 1 കപ്പ് വെള്ളം, 3 ഏലക്കായ, കുറച്ച് റൈസിൻസ് ഓപ്ഷണലാണ്. ആദ്യം നമുക്ക് ബണ്ണിൻ്റെ മുകളിലുള്ള ബ്രൗൺ പോർഷനൊക്കെ മാറ്റാം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വൈറ്റ് കളറായിട്ട് കാണാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രൗൺ പോർഷൻ കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ബണ്ണിൻ്റെ ബ്രൗൺ പോർഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചായി പാലൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. പാൽ ഒന്നിച്ചൊഴിച്ച് കുഴക്കരുത്. ബണ്ണ് ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഉരുളകളാക്കി എടുക്കാൻ പാകത്തിന് വേണം ഇത് കുഴക്കാൻ. ഇനി ഇതിൽ നിന്ന് കുറച്ചായി എടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റിവെക്കാം. ഈ ഓരോ ഉരുളകളുടെയും ഉള്ളിലായി ഓരോ റൈസിൻസ് വെച്ച് കൊടുക്കാം. ഗുലാബ് ജാമുൻ കഴിക്കുമ്പോൾ റൈസിൻസ് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായി സോസ് പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് കൂടി ചേർക്കാം. ഷുഗർ സിറപ്പ് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി തിളപ്പിക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് കുറച്ചുകൂടി തിക്കായി വരും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി കടായിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഈ ബോൾസ് എല്ലാം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ബോൾസ് എല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ബോൾസ് ഒരുപാട് ഫ്രൈ ആകരുത്. അങ്ങനെ ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ബോൾസ് ഹാർഡ് ആവുകയും ഷുഗർ സിറപ്പ് ഇതിനുള്ളിൽ പിടിക്കാതിരിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഷുഗർ സിറപ്പ് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. ഈ ഷുഗർ സിറപ്പിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് 3-4 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ തിളപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ബോൾസിനുള്ളിലേക്ക് ഷുഗർ സിറപ്പ് നന്നായി പിടിക്കും. മൂന്നോ 4 മിനിറ്റിന് ശേഷം സ്പൂൺ വെച്ച് ബോൾസ് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ബോൾസ് എല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ടാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൻ്റെ മുകളിലായി കുറച്ച് ബദാം ക്രഷ് ചെയ്തത് കൂടിയിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതുമായ ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.